ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയിലും ചപ്പാത്തിയിലും ചോറിൻ്റെയും എന്തിനും നമുക്ക് ബ്രെഡിൻ്റെ കൂടെ പോലും കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി മുട്ട വെച്ചുള്ള റെസിപ്പി ആയാലോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആയിട്ടോ. അപ്പോൾ ഇഷ്ടമെല്ലാം വെക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റിന് മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിന് കളറൊന്നും മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാളിൻ്റെ കളറൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനും സവാള നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളയുടെ കളറൊക്കെ മാറി അതൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളെ പൊടികളുടെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സവാളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മുട്ട മാത്രം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സെക്കൻഡ് നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2 മുട്ടയ്ക്ക് പകരം 3 മുട്ട എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സവാളയിലേക്കുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ കളറൊന്നും മാറി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് കൊണ്ടുള്ള റെസിപ്പിയോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.